ശർമ്മ ഒരാശ്രമത്തിൽ 25 വർഷം പഠിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, പഠിച്ചതിനെ കൊടുക്കുകയും വേണം. സഖിരേഷ് ശരണം ഗുരുവാണി. ദൈവത്തിൻ്റെ വാക്കുകൾ വിചിത്രമാണ്. ആ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി, എല്ലാം ഉണ്ടാവും. സഖിരേഷ് ശർമ്മ. ഓം സഖിരേഷ് ശരണം ഗുരുവാണി. ഈശ്വരനെ ആരാധിക്കണമെന്ന് ഈശ്വര നിർബന്ധമില്ല. ആരാധിക്കുന്നതിൽ ഏകൃതമായ പ്രയത്നം. ഓം സഖിരേഷ് ശരണം. ഓം സഖിരേഷ് ശരണം ഗുരുവാണി. ഗുരുവിന് എല്ലാവർക്കും തുല്യരാണ്. ഓം സഖിരേഷ് ശരണം ഗുരുവാണി. മക്കൾക്ക് വേണ്ടി ധനം സമ്പാദിച്ചു വെക്കുന്നേക്കാൾ കർമ്മശേഷി വളരുന്നതാണ് നല്ലത്. ഓം സഖിരേഷ് ശരണം ഗുരുവാണി. സയൻസ് എവിടെ ചെന്ന് മുട്ടുന്നോ അവിടെയാണ് ദൈവം ഇരിക്കുന്നത്. ഓം സഖിരേഷ് ശരണം. ഓം സഖിരേഷ് ശരണം ഗുരുവാണി. ഭക്തൻ്റെ സ്ഥാനം ഗുരുവിൻ്റെ മടിയിലാണ്, ഗുരുവിൻ്റെ സ്ഥാനം ഭക്തൻ്റെ ഹൃദയത്തിലും. ഓം സഖിരേഷ് ശരണം. സഖിരേഷ് ശരണം ഗുരുവാണി. ആകാശം പോലെ തെളിഞ്ഞ മനസ്സുള്ളവരായിരിക്കണം അച്ഛൻ. അമ്മ കനപ്പെട്ട വാക്കുകൾ പറയുന്നവൻ. സഖിരേഷ് ശരണം. അമ്മ. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ ചന്ദ്രൂർ എന്ന ഗ്രാമത്തിലാണ് ഗുരു ജനിച്ചത്. ഒരു ഇടത്തരം കുടുംബത്തിൽ. ചിറ്റേക്കാട്ട് വീട്. വിദ്യയും ധനവും പ്രഭുത്വവും ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു സാധാരണ ഭവനം. അമ്മയുടെ വീടാണിത്. അമ്മയുടെ പേര് കാർത്യായനി എന്നായിരുന്നു. അറിവിൻ്റെ കാര്യത്തിലോ ഇതിൽ ശിശുവുമായി നിന്നപ്പോൾ എന്താണ് ഗുരുഗീത? ഗുരുവിനെ കുറിച്ചുള്ള പാട്ടാണ് ഗുരുഗീത. ഗുരുഗീത ചൊല്ലുന്നത് ഗുരുവിനെ എങ്ങനെ മാനിക്കണം, ഗുരുവിനെ എങ്ങനെ സ്വീകരിച്ചാദരിക്കണം നമുക്കറിയാൻ വേണ്ടി. ഏത് പുരാണത്തിൽ നിന്നാണ് ഗുരുഗീത എടുത്തിരിക്കുന്നത്? സ്കന്ദ പുരാണത്തിൽ നിന്നാണ് ഗുരുഗീത എടുത്തിരിക്കുന്നത്. ഏത് രീതിയിലാണ് ഗുരുഗീത എഴുതിയിരിക്കുന്നത്? ഉമാമഹേശ്വര സംവാദ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഗുരുഗീതയെക്കുറിച്ച് നമുക്ക് ആരാണ് പറഞ്ഞു തന്നത്? സൂത മഹർഷി.